മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് നെടുങ്കയം മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. കരിമ്പുഴ നദിയുടെ തീരത്തുള്ള കരുളായി എന്ന ചെറിയ പട്ടണത്തിലൂടെ നെടുങ്കയം മഴക്കാടുകളിൽ എത്തിച്ചേരാം. ഉയരമുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ടതിനാൽ സൂര്യപ്രകാശം എപ്പോഴും രാത്രിയുടെ പ്രതീതി സൃഷ്ടിക്കുന്നു. നെടുങ്കയത്ത് നിന്നും 12 കിലോമീറ്റർ ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാലാണ് പുലിമുണ്ട എന്ന സ്ഥലത്തെത്തിപ്പെടുക. അവിടെയാണ് പുരാതന ഗോത്രമായ ചോല നായ്ക്കരുടെ ആവാസ കേന്ദ്രം. തുറസായ സ്ഥലങ്ങളിലോ പാറക്കെട്ടുകൾക്കിടയിലോ ആണ് ഇവർ ജീവിതം ചെലവഴിക്കുന്നത്. ഹലോ, നമസ്കാരം. ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം വിസിറ്റ് ചെയ്യാനാണ് വന്നത്, നിങ്ങളെ കാണിക്കാൻ. ചോല നായ്ക്കളെന്ന ആദിവാസി സമൂഹത്തിന് മാത്രമേ ഈ കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ. മറ്റാർക്കും ഇങ്ങോട്ട് വരാനുള്ള അനുവാദം കൊടുക്കുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അലൗഡ് ഇല്ല. DFOൻ്റെ ഒക്കെ അടുത്ത് പെർമിഷൻ വാങ്ങി വളരെ സ്ട്രിക്റ്റാണ് സത്യത്തിൽ വീഡിയോ എടുക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അജേഷ് എന്ന് പറയും. അവർ ആദിവാസി കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവൻ്റെ സഹായത്തിൽ അവനെ കാണാനും അവൻ്റെ വീട് കാണാനും അവൻ്റെ പരിസരങ്ങളും അവൻ്റെ ജീവിത രീതിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്ന് വന്നത്. ഞാൻ അജേഷിനെ പരിചയപ്പെടുത്താം ഫസ്റ്റിൽ. അജേഷ്, ഇതാണ് സുഹൃത്ത് അജേഷ്. അജേഷ് പിന്നെ നമ്മളവിടുന്ന് പരിചയപ്പെട്ട എല്ലമല ഗൂഡല്ലൂർ എല്ലമല എന്നാണ് ശരിക്കും ഞാൻ അജേഷുമായിട്ട് കുറേ മുമ്പ് പരിചയപ്പെടുന്നത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കോൾ ചെയ്യുക, ബന്ധം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ അവൻ്റെ താമസ സ്ഥലം എന്ന് വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് എന്തേലും സ്ഥലപ്പേര് കരുളായി എന്ന് പറയുന്ന സ്ഥലത്ത് വരണം. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് ശരിക്കും ഇവർ ഇങ്ങോട്ട് എന്താ പറയുക, പുലിമുണ്ട എന്ന് പറയുന്നത്. കരുളായി എന്ന് കുറേ ഉള്ളോട്ട് പോന്നു കഴിഞ്ഞാൽ പുലിമുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ശരിക്കും ഉൾവനങ്ങളാണ്, ശരിക്കും ഫുൾ വനം അങ്ങക്ക് കാണാതാ. അപ്പോൾ ഈ വനത്തിൽ നമ്മളവരെ വീട്, താമസ സൗകര്യങ്ങൾ, അവരുടെ സിറ്റുവേഷന്, പിന്നെ അടുത്തുള്ള കുറച്ച് പരിസരങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഇത് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. ശരിക്കും വന്യമൃഗങ്ങൾ, പല ആനകൾ, എല്ലാത്തരം വന്യമൃഗങ്ങളുള്ള ഒരു ഏരിയയാണ് ശരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ നടക്കാൻ വേണ്ടി. അപ്പോൾ ഈ വഴിക്ക് ഞങ്ങൾ ആദ്യം കരിമ്പുഴൊന്ന് കണ്ടിട്ട് വരാമായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്കാണ്ടല്ലേ ആനപ്പിണ്ടം കാണാതാ. ആനപ്പിണ്ടുണ്ട് ഇവിടെ. അപ്പോൾ ആനകൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇവരെ വീട്ടുകാർക്ക് പ്രോബ്ലം ഇല്ലേ, കാരണം വെച്ചാൽ അവർ പരിചയമാണ്, അവർ കാലങ്ങളായി ജീവിക്കുന്നുണ്ട്. ആനകൾ അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുഴയുണ്ട്, കരിമ്പുഴൊന്ന് കാണാൻ. അടിപൊളി വെള്ളം അല്ലേ? നല്ല വെള്ളം. ഞാൻ അവിടുന്ന് കണ്ട്, ആ പാലത്തിൻ്റെ അവിടുന്ന് കണ്ടിരുന്നു. പക്ഷെ സൂപ്പറായി തോന്നി, ഭയങ്കര ക്ലീൻ ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് ശരിക്ക്. ഇവിടുത്തെ പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത് നീലക്കൊടുവേലി വരുന്ന വെള്ളമാണ്. ഇങ്ങനെ നീലക്കൊടുവേലി ഇല്ല, നീലക്കൊടുവേലി. എന്താ പറയാ അതിന്?
ഭയങ്കര പവറുള്ള സാധനമാണ്. ആണല്ലേ? അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണെന്നാ പറയുന്നത്. അതെന്ന് വെച്ചാൽ വളരെ ആദിവാസികളൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തലമുറകൾ പറയുന്നത് ഒരു പ്രത്യേക തരം നീലക്കൊടുവേലി അന്ന് വെള്ളമാണ്, ഭയങ്കര പവർഫുൾ ആണ്, വെള്ളം ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇനി അവിടേക്ക് പോകാം അല്ലേ? ഇനി മേലോട്ട് പോകാം അല്ലേ? വേറെ വീടുകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് പുലിമുണ്ടയിലെ ഈ മഴക്കാടുകൾ. ശുദ്ധവായുവും തെളിഞ്ഞ വെള്ളവും ഒഴുകുന്ന ഈ കരിമ്പുഴയും അപൂർവയിനം സസ്യജന്തുജാലങ്ങളും ഈ സ്ഥലത്തെ വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാക്കുന്നു. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിരുന്നു. അത് പക്ഷേ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിൻ്റെ അവശിഷ്ടങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇവിടെ ആദിവാസികൾക്ക് ഒരുപാട്, ഇവിടെ ഉള്ളത് വന്യജീവി സങ്കേതമാണ്. ഈ കാണുന്നത് ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് വനങ്ങൾ. ഇത് കണ്ടില്ലേ ഇവിടെ? എവിടെ നീ പറഞ്ഞേ? അതെ. ഇവിടെ ഒരു അടയാളമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കെ അഹമ്മദ് 1938 ഇവിടെ ഒരു പാലം അനൗൺസ് ചെയ്ത് അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്യാതെ പോയി എന്നാണ് പറയുന്നത്. ഇതുണ്ട്, അതിൻ്റെ മറ്റ് ചെറിയ പില്ലറുകളൊക്കെ കാണാം അവിടെ. ഇതാ ഈ പില്ലറ് അവർ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യില്ല. അത്ര കാണാൻ നമുക്കത് അവിടെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അപ്പുറത്തേക്കൊരു പില്ലറുണ്ട്. അവിടെ ഈ മൂലയ്ക്ക് ഒരു പില്ലർ കാണാം. അവിടെ അല്ലേ? പിന്നെ അവിടെ ഒരു പില്ലറുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. 1938 ആലോചിക്കണം. എന്നിട്ട് ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കാണുന്ന ഈ കരുളായി നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ദൂരത്താണ് കരുളായി എന്ന് പറഞ്ഞ ചെറിയ ടൗൺ ഉള്ളത്. അവിടെ വനപ്രദേശത്ത് കൂടി ഇങ്ങനെ 12 കിലോമീറ്റർ വരെ ജീപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നടന്നിട്ട് ഇതൊക്കെ ഉള്ളൂ. കാരണം ഇവർക്ക് മാത്രം, ആദിവാസികൾ മാത്രം ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ഇവരെ ആദിവാസി കോളനിയാണ്. കാട്ടുനായ്ക്കന്മാർ താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിൽ. ഇത് അവിടെ ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ഇതല്ലേ കൊച്ചു കൊച്ചു കുടിലുകൾ, ഷെഡ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അജേഷിൻ്റെ വലിയച്ഛൻ്റെ ജീപ്പും അജേഷിൻ്റെ ജീപ്പുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത്യാവശ്യത്തിന് ഇവിടുന്ന് 12 കിലോമീറ്റർ ഇവിടുത്തെ ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ല യൂസ് ചെയ്യുന്നതല്ലേ, അത് എമർജൻസിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു ചെറിയ വീട് കാണാം. വീടെന്ന് പറയാൻ പറ്റില്ലല്ലേ, കുടിലുകൾ അല്ലേ? പോത്ത് ആലയാണിത്. ഇത് വെള്ളം എങ്ങനെ? ഇവിടെ കിണറാണോ വെള്ളം? ഓ, മറ്റേ ചോല വെള്ളം. അത് ശരി. ഓക്കെ. നല്ല ഇത് ഇവിടെ പൈപ്പ് കിണറുകൾ സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇതല്ലേ ഈ പൈപ്പ് ഇങ്ങനെ പോകുന്ന ഇത് കാടുകളിൽ നിന്ന് അതങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. കാടിൻ്റെ മലൻ്റെ മുകളിൽ നിന്ന് ചോലവെള്ളം ശേഖരിച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ ഡെയിലി ജീവിതത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ചെറിയമ്മ. ചെറിയമ്മ. എന്താ പേരെന്താ? അഖില. എന്താ ചെയ്യുന്നത് ഇവിടെ? വീട്ടിൽ തന്നെ അല്ലേ? വലിയച്ഛൻ്റെ നിങ്ങളെ പേരെന്താ? അല്ലേ? ഇവിടെ അജേഷിന്റെ കുടുംബ. നിന്റെ വീട് അല്ലത് അല്ലേ? അച്ഛൻ്റെ. നിന്റെ വീട് ഏതാ? അപ്പുറത്തേക്ക്. ഇത് വിജയ്. പിന്നെ എന്തായാലും ഇവരെ ജസ്റ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇവരെ ജീവിത രീതി എന്തൊക്കെയാ ഇവിടുത്തെ ഇവര് കൃഷിയാ. നിങ്ങൾ അധികം എന്താ ചെയ്യുന്നത്? അങ്ങനത്തെ കൃഷിയൊന്നുമില്ല. നിങ്ങളെ തേൻ പറിക്കുക, തേന് ബന്ധം, പിന്നെ പാടക്ക. അജേഷിന്റെ വല്യച്ഛനെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ചാത്തന. ചാത്തന. എന്താ നിങ്ങൾ എത്ര വയസ്സായി? എനിക്ക് 72. 72ആയി. 61 ഞാൻ ജനിച്ചത്. 61 മുന്നിൽ ജനിച്ചത്. 61 അതിന്റെ 61 ആകുമ്പോ എനിക്ക് ഒരു 10-12 വയസ്സുള്ളൂ. 12 വയസ്സുണ്ടാവും അല്ലേ? ശരി. അപ്പൊ ശരിയാണ്. അത് ഞങ്ങൾ പഠിക്കാൻ പറയും. ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ കളക്കലും, പിന്നെ വെണ്ണി കവലൊക്കെ പണ്ട്
എന്തൊക്കെ ഞങ്ങൾ ഇപ്പം കാട്ടിൽ പോയി തേൻ എടുക്കാൻ പോകും? അത് ഇപ്പോഴൊക്കെ തലമുറ പിന്നെ മുമ്പ് അതില്ല. മുമ്പ് എന്താ ചെയ്യാ? മുമ്പ് ഇങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു തോട്ടക്കാർ മലയാളിമരം പറഞ്ഞ ഓരോ ലേലെടുക്കണം കാട്. എന്നിട്ട് അവർ ഒരു 3-4 മാസം ഉണ്ടാവും. പിന്നെ ഓല് പോവും. പിന്നെ ഞങ്ങൾ കാട്ടുകേങ്ങും മറ്റും പറിച്ച് കുത്തിയും പറിച്ച് അന്നത്തെ കാലത്ത്. ഇപ്പോഴാണ് നമുക്ക് ഇപ്പോഴങ്ങനെ പുറത്തേക്ക് പോണത് ഇങ്ങനെ നടക്കുന്നതൊക്കെ. അല്ലെങ്കിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെയല്ല. അതിനൊരു കൊട്ടുണ്ടാവും, പാര എന്ന് പറഞ്ഞ സാധനം. അതാണ് ഞങ്ങൾ ഇതാണ് കേങ്ങ് കാറ്റിയങ്ങണത്. അത് പ്ലാവ്. ഇതാണ് എൻ്റെ വള്ളി. ഇതാണ് കാട്ടിക്കിഴങ്ങ്. വള്ളിയാണ്. അതും പിന്നെ ഇതാ വെണ്ണി കവല പ്രസാദം. ഇത് കണ്ട, ഇതാണ് വലിയ കിഴങ്ങ് കാട്ടിലുള്ളത്. ഇതിൻ്റെ ഇല കണ്ട. പണ്ടത്തെ കാലത്ത് ഭക്ഷണം. ഇല്ല, ഇതാണ് എന്റെ വള്ളി. ഇതിന്റെ ഇലാണ്. ഭക്ഷണം അന്ന് ഇത് മാത്രം. കാട്ടുകിഴങ്ങ്. ഇതാണ് 100 പറഞ്ഞ സാധനം. ഇത് വലിയ കിഴങ്ങുണ്ടാവും. നിങ്ങളെ ചെറുപ്പത്തിലെ ഇവിടെ തന്നെ ഞാൻ ജനിച്ചത് ഈങ്ങാറില്ല. പടക്കുന്ന പറഞ്ഞു. എവിടെ? ഈങ്ങാറ്. പിന്നെ മാതംകുന്ന് ഊരായി. അങ്ങനെയാണ്. ഇവിടെ ആനകളൊക്കെ ആന വരും പോവും. പ്രശ്നമില്ല. നിങ്ങൾക്ക് ശല്യമൊന്നുമില്ല? ഞങ്ങൾക്ക് ശല്യമൊന്നുമില്ല. ഞങ്ങളെ ആൾക്കാർ എന്ന് വെച്ചാൽ പരിചയമായി. പരിചയമല്ല, ഞങ്ങൾ മലദേവത്തിന്റെ ഒരു ഊക്കും കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല. എങ്ങനെ മലദേവ ദൈവങ്ങളില്ലേ, ദൈവത്തിന്റെ ഒരു സഹായം കൂടി, ഒരു കൃപ കൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകണം. അവര് ശല്യക്കാരല്ല. വരും, ആൾക്കൊക്കെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ പോകും. അല്ല, അവർക്കും അറിയാം അവര് നമ്മളെ പോലെ ജീവിക്കുന്നതാണെന്നുള്ളത്. ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താ ഇവിടെ എനിക്ക് കാണാനുള്ളത്? വേറെ ഇവിടെ കാണാനുള്ളത് വേറെ വീട് അപ്പുറത്തൊന്നും പോയി നോക്കാം. ഇവർ പറഞ്ഞ കിഴങ്ങില്ല, ഇവർ കഴിക്കുന്നതിന്റെ ആ കിഴങ്ങിന്റെ വള്ളിയാണ് കാരണം. ഇവരെന്തോ കൊത്തിട്ടതാണ് സംഭവം. ഞങ്ങള് വെച്ച് പിടിപ്പിച്ചാണ്. അതിന്റെ മരട് കൊടുന്ന് വെച്ചിട്ടാ. അങ്ങനെയാണ്. ഇതിങ്ങനെ മുകളിലുണ്ടായില്ല. വന്നിട്ട് എത്ര വർഷമായി? 7 വർഷം. 7 വർഷമായി. അതിന് മുമ്പ് ഉണ്ടകടവ് താഴത്ത്. അവിടെ എന്താ മറ്റേ ഉരുൾപൊട്ടല്? അത് കാണിച്ചാണ്. പിന്നെ ഇങ്ങോട്ട് കാര്യം ഇങ്ങോട്ട് വന്നത് ഒലിച്ചു പോയി. അവിടുന്ന് ഒലിച്ചു പോയതൊക്കെ. ഇങ്ങനത്തെ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ വിട്ട് മുണ്ടുക്കടവ് എന്നൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ നേരത്തെ വീടുകൾ ഉണ്ടായിരുന്നത്. വീടുകൾ എന്ന് പറയാൻ പാടില്ല, ചെറിയ കുടിലുകൾ, ഇതുപോലെ പ്ലാസ്റ്റിക് ഷെഡൊക്കെ കെട്ടിയിട്ടുള്ള വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രളയം ഉണ്ടായിരുന്ന ആ കാലത്ത് പുത്തുമല, പുഞ്ചക്കൊല്ലി, അതേപോലെ അതേ സമയത്താണ് മുണ്ടുക്കടവിലും പ്രളയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗവൺമെൻറ്റും ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്താണ്. ഞങ്ങൾ കുറച്ചുകൂടെ ഹൈറ്റുള്ള വനപ്രദേശം, കുറച്ചുകൂടെ ഹൈറ്റുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഇത് ഇപ്പോഴുള്ളത്. എന്നാലും മഴക്കാലത്ത് മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീടുകൾക്കൊക്കെ പ്രോബ്ലമാണ്. കാര്യമായിട്ടുള്ള സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും ജീവിതം അങ്ങനെ ദൈവകൃപ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ചെറിയ ക്ഷേത്രം. ഞങ്ങളുടെ ആദിവാസി കുടുംബങ്ങൾക്ക് പൂജിക്കാനുള്ള ഒരു കൊച്ചു ഷെഡ് കെട്ടിയ ക്ഷേത്രമാണ് നിങ്ങൾ കണ്ടത്. വഴികളൊക്കെ താണ്ടി കുറച്ച് ദൂരങ്ങളായി 10-54 വീടുകളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് 12 കിലോമീറ്റർ നടന്ന് വേണം എന്തെങ്കിലും സാധനങ്ങൾ ലഭിക്കാൻ കരുളായിക്ക് പോവാൻ. എല്ലാ റിസ്കുകളും ഏറ്റിട്ട് ചില ദിവസങ്ങളിൽ ഞങ്ങൾ തേൻ പറിക്കാൻ വളരെ ദൂര സ്ഥലങ്ങളിൽ കാടുകളിലേക്ക് പോയി വരും. 4 ദിവസം, 5 ദിവസം, 10 ദിവസം വരെ ഞങ്ങൾ കാടുകളിൽ ചിലവഴിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഈ ആദിവാസി കോളനിയിൽ അല്പസമയം നിൽക്കാനേ ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദമുള്ളൂ. ഇനി ഞങ്ങൾ 12 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് കരുളായിക്ക് പോകുന്ന നല്ല സുന്ദരമായ കാടുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ആദ്യം ഇവിടെ നിന്നത് ഞങ്ങൾ
ഇവിടെ ആയിരുന്നു ഈ സ്ഥലത്തല്ലേ? പ്രളയം വന്നിട്ട് വീടുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അവിടെ? കുറേ നാശമായി. ദിശ കാണുന്നതാ? ശരി. പണ്ട് ഇവിടെ താമസിച്ചിരുന്നത് ഈ ഭാഗങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ വീടുകൾ നമുക്ക് കാണാം. അതിപ്പോൾ ആരുമില്ല ഇവിടെ? ഉണ്ടല്ലേ? ചെറിയൊരു കോളനി ആയിട്ട് അവിടെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം നമ്മളീ പോകുന്ന വഴിക്ക് ഫെൻസിങ് ആണ് ഈ കാണുന്നതല്ലേ? ഫുള്ള് ഫെൻസിങ് അവർ ഇവിടെ കാണുന്നത് ചുറ്റിലാണ്. അങ്ങനെ ആനകളുടെ മൃഗങ്ങളോ ഒന്നും ഇങ്ങോട്ട് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതല്ലേ, ഇതൊരു തേക്കിൻകാട് മുഴുവൻ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയ തേക്കുകൾ വെക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പുതിയ തേക്കുകൾ ഞങ്ങൾ ദൂരെ ആനനെ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഇത് കാഴ്ചക്കാർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ആന അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ ദൂരെ ആന ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് ആന കൊമ്പനാനയും പിന്നെ കൊമ്പനും പിന്നെ മോയമ്മ ഓരോ ആനകളാണ്. കൊമ്പനുണ്ട്, പെണയുണ്ട്. കണ്ടില്ല? അതാ ദൂരെ നിന്ന് കാണാം നമുക്ക്. ഇങ്ങനെ ഡെയിലി ഇവർ ഈ വഴിക്കാണ് ഇവർ പോകുന്നത്. കണ്ടില്ലേ? അതല്ലേ, കൊടും കാടാണ് നമ്മളീ കാണുന്നത്. ചുറ്റും കാടാണ്. ഇത് പുതിയ തേക്ക് മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വരും അങ്ങോട്ട്? അതും കൂടെ പോയാൽ പ്രശ്നമില്ല. വീഡിയോ എടുക്കാൻ പറ്റും ഇവിടെ കുറച്ച് പെട്ടെന്ന് അവരങ്ങോട്ട് ഒരാളും നട്ടിട്ടായില്ല. ബൈക്ക് എടുത്തിട്ട് പോകും. ഭയങ്കര പ്രശ്നമാണ് അവിടെ. അവിടുത്തെ റോഡ് അറിയില്ല. നമ്മൾ പോയാലും ഭയങ്കര വളവല്ലേ, ഇറക്കമാണ്. ഇത് കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ടുള്ള വഴിയല്ല.
അതുകൊണ്ട് അടിച്ച് പിന്നെ വിടാം. മറ്റത് തൽക്കാലം ഈ റോഡുള്ളത് തന്നെ ഒരു ആശ്വാസം അല്ലേ? റോഡ് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. റോഡൊക്കെ ഓക്കെ. വേറെയുള്ള വണ്ടികൾ കൊണ്ടുവരാൻ പറ്റും. അതെ അതെ അതെ. ജീപ്പ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കാട്ടുനായ്ക്കൻ എന്ന് പറഞ്ഞാൽ അജേഷിൻ്റെ കോളനിയിലേക്കുള്ള പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ചുറ്റും കണ്ടില്ല, ഫുള്ള് കാട്ടിലൂടെ. ജീപ്പ് മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ, കാരണം കാറൊന്നും പോവില്ല. അത്രക്കും ഇതാണ് പ്രോബ്ലം ഉള്ളത്. കിട്ടിയതാ കിട്ടിയതാ എനിക്ക് പോയിന്തല്ലോ. ആള് ഓടി വീണ് ഒരു ഡോക്ടർ മറിഞ്ഞ് വീണ് ആകെ പ്രശ്നം. പുറത്തേക്ക് വരുമ്പോഴേ പ്രശ്നമാണ്. അവർ മാത്രമാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിന്ന് തന്നെ കയറി വരാം. മറ്റവർ അറിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. കുറച്ച് അവിടെ ഈ ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മണി വരെ നമുക്കുള്ളിൽ എടുക്കാം. ഈ പോകുന്ന വഴിക്ക് ശരിക്കും ഇതാണ് വുഡിൻ്റെ ഡിപ്പോണ്, ഫോറസ്റ്റ് വുഡിൻ്റെ ഡിപ്പോ ഉണ്ട് ഈ കാട്ടിൽ. ഇതല്ല വലിയൊരു ചീനി മരം കാണാം, ഭയങ്കര എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചീനി മരം നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ഇതുണ്ടായിരുന്നു, അതായത് എത്ര വർഷമാണെന്ന് കറക്റ്റ് ഇതുമാതിരി നോട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത്രക്കും വലുതാണ്. അതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. എന്ത് രസമുള്ള ബ്യൂട്ടിഫുൾ കരിമ്പുഴാണ് നമ്മൾ കാണുന്നതെന്ന് പറയാം. മോന് ചൂണ്ടൽ വെക്കുന്നുണ്ട്. മീൻ കിട്ടിയോ? മീൻ കിട്ടിയില്ല? ആ മീൻ ഏതാ? ഈ മീൻ നോട്ടെ കാണിക്ക്. ആ ഓക്കെ ഓക്കെ, അടിപൊളി. ഇന്ന് നീ കിട്ടിയാ ചൂണ്ടൽ വെച്ചിട്ട്? ആർക്ക് കിട്ടിയാ? അമ്മക്ക് കിട്ടിയ? അമ്മ ചൂണ്ടലേക്കാ? ആ അമ്മ അവിടെ ചൂണ്ടൽ വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പോകുന്ന വഴിക്ക് കണ്ടതാണ് കരിമ്പുഴയിൽ. നല്ല മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവർ ആദിവാസികളൊക്കെ ശരിക്കും ഒരുപാട് ഡെയിലി ചൂണ്ടൽ വെക്കാനൊക്കെ വരും ഇവിടെ. ഞാൻ കരിമ്പുഴൻ്റെ തീരത്താണുള്ളത്. ആദിവാസി കോളനി, വളരെ ദുഷ്കരമാണ് അവരുടെ ജീവിതം. സോളാർ ലൈറ്റിലും മലവെള്ള ചോലവെള്ളത്തിലാണ് അവർ ജീവിക്കുന്നത്. ഗവൺമെൻറ് കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത്രയും ചെറിയൊരു വീഡിയോ കാണിക്കാൻ കഴിഞ്ഞാൽ, അവർ ചെറിയൊരു ജീവിത രീതി കാണിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു.